പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സെക്കൻഡ് സെമസ്റ്റർ BBA വിദ്യാർത്ഥികളുടെ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് എക്കണോമിക്സ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാണ് 6 and 10 മാർക്സിൻ്റെ അഭിദ്രോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എക്സ്പ്ലെയിൻ ദ ബിസിനസ് എൻവറോൺമെൻറ്റ്, നേച്ചർ, കോമ്പണൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഡിസ്കസ് പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി, ചോയ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻ എക്കണോമിക്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമിൻസ് ലോസ് ഷെഡ്യൂൾ ആൻഡ് കർവ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഡിമാൻഡ് മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ സപ്ലൈ മാത്രമായിട്ടും വരാം. ഓക്കെ, ഡിമാൻഡിൻ്റെ ഡിറ്റർമിൻസ്, അതിൻ്റെ ലോ ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ഷെഡ്യൂൾ, അതിൻ്റെ കർവ്. ഇനി എക്സ്പ്ലെയിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആൻഡ് ന്യൂ ഇക്വിലിബ്രിയം. ഈ മൊഡ്യൂൾ 2 മാർജിനൽ യൂട്ടിലിറ്റി തിയറി, അതിൻ്റെ അസംഷന്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതിൻ്റെ ബിസിനസ് എക്കണോമിക്സിലെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ അടുത്തത് ടൈപ്സ് ഓഫ് കോസ്റ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും. പിന്നെ ഇതിലേക്ക് തന്നെ ഇതിലേക്ക് മൊഡ്യൂൾ 3 കമ്പയർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, ഇതിൻ്റെ കമ്പാരിസൺ ചോദിക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. എക്സ്പ്ലെയിൻ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഗെയിം തിയറിനെ കുറിച്ച് നോട്ട് ചെയ്ത. മൊഡ്യൂൾ 4 ലേബർ മാർക്കറ്റ് ആൻഡ് വേജ് ഡിറ്റർമിനേഷൻ, ഡിസ്കസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ മാർക്കറ്റ് ആൻഡ് റോൾ ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ദ ഇന്ത്യൻ എക്കോണമി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങൾ ഒന്ന് ബിസിനസ് എൻവറോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഡിമാൻഡ് സപ്ലൈ അടുത്തൊരു ഹെഡിങ് ആണ്, മാർജിനൽ യൂട്ടിലിറ്റി തിയറി, കോസ്റ്റ് ആൻഡ് റവന്യൂ കോൺസെപ്റ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി കാര്യങ്ങൾ, പ്രോഫിറ്റ് മാക്സിമേഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്കണോമിക്സ് ആൻഡ് ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ഗെയിം തിയറി, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, LPG റിഫോംസ്, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങുകൾ. ഓക്കെ, ഈ ഹെഡിങ്ങുകൾക്കനുസരിച്ച് പഠിച്ചാൽ നല്ല മാർക്കിൽ പാസ്സാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.